ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഓഫീസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം ഈ ഒരു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ മടി തന്നെയാണ്. പിന്നെ മടി വരാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം വന്നു, നോമ്പ് വന്നു, പിന്നെ ഓഫീസിലെ തിരക്കുകളെല്ലാം കൂടെ ആയിട്ട് സമയം അങ്ങോട്ട് ഒത്തു വരുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു കാരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ആയാലും ഇപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ ഡിസംബർ മാസത്തിലാണ് കേട്ടോ. നമ്മളെ ഓഫീസിൽ ഈ ഒരു ഡെക്കറൊക്കെ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത് ഏകദേശം ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ടൈമിലാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് നമ്മളെ ഓഫീസിലെ ചെറിയൊരു ഡെക്കർ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഓഫീസിൽ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഡെക്കർ ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് കേട്ടോ. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കഫ്റ്റീരിയൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഡെക്കർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പ്രോഗ്രാം നടക്കുന്ന അന്ന് ഈവനിങ്ങിൽ നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം സെലിബ്രേഷൻ എന്നിങ്ങനെ പറയാമെന്നല്ലാതെ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. എന്താണ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനീൻ്റെ ഈ ഒരു വർഷത്തെ സക്സസ് സെലിബ്രേഷനാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സക്സസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ലാവിഷായിട്ടുള്ള ഫുഡ് ഉണ്ടാവും, പിന്നെ DJ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ എല്ലാം സെറ്റാണ്. നമ്മൾ എംപ്ലോയീസ് എത്തേണ്ട താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോ കുറേ ഡിലേ ആയിട്ട് ഞാൻ ഓഡിയോ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വെൽക്കം ഡ്രിങ്ക്സ് ആയിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. വെൽക്കം ഡ്രിങ്ക് 1 2 3 എനിക്ക് ഓർമ്മയില്ല എത്ര വെൽക്കം ഡ്രിങ്ക്സ് നമ്മൾ ട്രൈ ചെയ്തു എന്നുള്ളത്. കാരണം വെറുതെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് മെയിൻ കോഴ്സ് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ വെൽക്കം ഡ്രിങ്ക്സിന് പിന്നെ നമ്മളൊരു പരിധി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ചാറ്റ് കോർണറിൽ പാനിപൂരി, മസാലപ്പൂരി, സേവ് പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഫേവറേറ്റ് പാനിപൂരി ആയതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കന്നെ ഏകദേശം നമ്മളെ വയറ് ഫില്ലാവാൻ തുടങ്ങി. പിന്നെ ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മെയിൻ കോഴ്സ് മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മെല്ലെ കഴിക്കണത് സ്ലോ ആക്കാൻ തുടങ്ങി കേട്ടോ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മളെ എംപ്ലോയീസൊക്കെ ഫുള്ളാവാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളാണ് ഫസ്റ്റ് ഏകദേശം നമ്മളെ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഫുള്ളും കറങ്ങി നടന്നങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളെ കമ്പനിയിൽ ഏകദേശം മുഴുവൻ എംപ്ലോയീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ. നമ്മൾക്ക് യാതൊരു ചിലവില്ലാതെ നമ്മൾ ജസ്റ്റ് വരിക, ഫുഡ് കഴിക്കുക, പ്രോഗ്രാം എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ എംപ്ലോയീസൊക്കെ എത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഹോള് മുഴുവനും നമ്മളെ ടീമായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാം ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതിൽ നമ്മളെ DJൻ്റെ മ്യൂസിക് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കൊച്ചിയിൽ വന്നതിന് ശേഷം നമ്മളെ കമ്പനീൻ്റെ 2ാമത്തെ DJ പ്രോഗ്രാമാണ് കേട്ടോ ഈ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ എംപ്ലോയീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രമുള്ള ഒരു ചെറിയ പ്രോഗ്രാം ആണെങ്കിലും എന്നാൽ കുറച്ച് ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള പ്രോഗ്രാം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ. DJ എത്ര മണിക്കൂറാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം 7 മണി മുതൽ 9 മണി വരെയോ അങ്ങനെ എന്തോ ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഫുള്ളായിട്ട് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം DJ എൻജോയ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡിൽ കുറേ എനിക്ക് പേരറിയണതും പേരറിയാത്തതായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ പത്തിരി, നമ്മളെ നെയ്പത്തൽ പോലത്തെ അങ്ങനത്തെ ഒരു പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് ഇടാം കേട്ടോ, എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്നുള്ളത്. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ കോയിൻ പൊറോട്ട, അങ്ങനത്തെ കുറേ മെയിൻ കോഴ്സായിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സാലഡ്, എനിക്ക് സാലഡിൻ്റെ പേരും സത്യം പറഞ്ഞാൽ അറിയില്ല എനിക്ക്. അതും ഞാനിവിടെ ക്ലിപ്പിൽ കാണിക്കാം കേട്ടോ എന്തൊക്കെ സാലഡ്സാണ് ഉണ്ടായിരുന്നെന്നുള്ളത്.
സാലഡും അതുപോലെ തന്നെ എനിക്ക് പേരറിയണതും പേരറിയാത്തതുമായിട്ട് കുറേ ഉണ്ടായിരുന്നു. പേരറിയുന്നതിനേക്കാൾ കൂടുതൽ പേരറിയാത്തതാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡെസേർട്ട് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഡെസേർട്ടിലും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് കുനാഫ ആയിരുന്നു കേട്ടോ. ലൈവ് കുനാഫൻ്റെ ഒരു കോർണർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ലല്ലോ കുനാഫ. അതുകൊണ്ട് തന്നെ കുനാഫ എന്തായാലും ട്രൈ ചെയ്യണം, കുറേ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ മെയിൻ കോഴ്സ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ സത്യം പറഞ്ഞാൽ ഇനി ഒന്നും വേണ്ട, എവിടെയെങ്കിലും ഒന്ന് കിടന്നാലോ ഇരുന്നാലോ മതി എന്നുള്ള സ്ഥിതിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുനാഫ എന്നാലും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ കുനാഫയും കുറച്ചാണെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ പ്രോഗ്രാം എൻജോയ് ചെയ്ത് അതിൻ്റെ ക്ഷീണത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ക്ഷീണമായി. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് ബീച്ചിലാണെങ്കിലും മാനാഞ്ചിറയിൽ നല്ല ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഇക്കയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്തവണ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചുറ്റിക്കറങ്ങി കുറേ സമയം അവിടെയും ചിലവഴിച്ച് അങ്ങനെ ഞാൻ ന്യൂ ഇയറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തായിരിക്കും എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടിയ സമയത്ത് നമ്മളെ ഓഫീസിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ ന്യൂ ഇയറിന് കോഴിക്കോട് എത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അന്ന് രാത്രി തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് വരാനുണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിത് ന്യൂ ഇയർ നമ്മൾ കോഴിക്കോടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബസ്സിലാണ്. ഇപ്പം ഞാൻ അധികവും ഇതേപോലെ പ്രീ പ്ലാൻഡ് അല്ലാത്ത യാത്രകളും ഒരുപാട് നേരം വൈകിട്ടുള്ള യാത്രകളും ആയതുകൊണ്ട് തന്നെ ഇപ്പം അധികവും ബസ്സിലുള്ള യാത്ര കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 1 ഇയർ എന്ന് പറഞ്ഞാൽ ബസ്സിൽ വന്നിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മളെ നാട്ടിലേക്കുള്ള പോവലിൻ്റെ എണ്ണം കൂടിയതിന് ശേഷം ഈ യാത്രകളൊക്കെ പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ടും ബസ്സിലുള്ള യാത്രകളും കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കോഴിക്കോട് നിന്ന് നേരെ പിന്നെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിക്കട്ടിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് നേരെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെന്ന് ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.